നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഹാർമോണിയത്തിൽ പല സ്വരങ്ങൾ അല്ലെങ്കിൽ പല രാഗത്തിൽ ഒരു ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഫിംഗർ എക്സസൈസ് ൻ്റെ ഒരു സ്വരങ്ങൾ നമ്മൾ പല രാഗത്തിൽ എങ്ങനെ വായിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് കാണാം. അപ്പം നമുക്ക് ആദ്യം ശങ്കരാഭരണ രാഗത്തിൽ ഉള്ളൊരു സെക്ഷൻ നോക്കാം. സ സ സരി രി ഗ സരി ഗ ഉണ്ടോ? സ സരി രി ഗ സരി ഗ. ആദ്യം ജണ്ടവരിശ വരും, പിന്നെ സിംഗിൾ വരും. ആദ്യം രണ്ടെണ്ണം വരും, പിന്നെ സിംഗിൾ ഓരോന്ന് വരും കേട്ടോ. സ സരി രി ഗ സരി ഗ രി രി ഗ ഗ മ രി ഗ മ ഗ ഗ മ മ പ ഗ മ പ പ മ പ പ ദ പ പ ദ പ പ ദ ദ നി പ ദ നി ദ ദ നി നി സ ദ നി സ. ഇനി നമുക്ക് അത് തിരിച്ചു പോകണം. സ സ നി നി ദ സ നി ദ നി നി ധ ധ പ നി ധ പ ദ ധ പ പ മ ദ പ മ പ പ മ മ ഗ പ മ ഗ മ മ ഗ ഗ രി മ ഗ രി ഗ ഗ രി രി സ ഗ രി സ. അപ്പം സരി രി ഗ സരി ഗ രി രി ഗ ഗ മ രി ഗ മ ഗ ഗ മ മ പ ഗ മ പ മ മ പ പ ദ മ പ ദ പ പ ദ ധ നി പ ധ നി ധ ധ നി നി സ ധ നി സ സ സ നി നി ധ സ നി ധ നി നി ധ ധ പ നി ധ പ ധ ധ പ പ മ ധ പ മ പ പ മ മ ഗ പ മ ഗ മ മ ഗ ഗ രി മ ഗ രി ഗ ഗ രി രി സ ഗ രി സ. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ഫിംഗറിൽ വരുന്ന രീതിയിലുള്ള സ്പീഡിലൊക്കെ നിങ്ങൾ വായിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് നേരെ അത് മായാമളത്തിലേക്ക് വായിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വായിക്കാം? മായാമളം നിങ്ങൾക്കറിയാം. സ ഇത് രി ഗ മ പ ദ നി സ ഇതങ്ങ് സ സ രി രി ഗ സ രി ഗ. അപ്പോൾ ഈ രാഗത്തിൽ രണ്ട് നമുക്ക് മാറ്റി വായിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്വരങ്ങളുടെ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകും. ഒരു സംഗതി തന്നെ നമുക്ക് അന്നേരം തന്നെ രാഗം മാറ്റി നോക്കുക. സ സ രി രി ഗ സ രി ഗ. ഇത് നമ്മൾ ശങ്കരാഭരണത്തിൽ വരുമ്പം സ സ രി രി ഗ സ രി ഗ സ സ രി രി ഗ സ രി ഗ രി രി ഗ ഗ മ രി ഗ മ ഗ ഗ മ മ പ ഗ മ പ മ മ പ പ ദ മ പ ദ പ പ ദ ദ നി പ ദ നി ദ ദ നി നി സ ന നി സ സ സ നി നി ദ സ നി ദ നി നി ദ ദ പ നി ദ പ ദ ദ പ പ മ ദ പ മ പ പ മ മ ഗ പ മ ഗ മ മ ഗ ഗ രി മ ഗ രി ഗ ഗ രി രി സ ഗ രി സ. അപ്പോൾ മായാവളത്തിൻ്റെ അരുണവരോടെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് മായാവളത്തിൻ്റെ അതിൽ വായിക്കാൻ ആ രാഗത്തിൽ വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി നമുക്ക് ഇതിനെ ഹരഹരപ്രിയ രാഗത്തിലൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഈ 3 രാഗത്തിൽ തന്നെ നിങ്ങളിങ്ങനെ വായിക്കുമ്പം ആ രാഗങ്ങളുടെ വ്യത്യാസം, ആ സ്വരങ്ങളുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ സ രി രി ഗ സ രി ഗ. ശങ്കരാഭരണാണെങ്കിൽ സ സ രി രി ഗ സ രി ഗ. മായാമളാണെങ്കിൽ സ സ രി രി ഗ സ രി ഗ സ സ രി രി ഗ സ രി ഗ കേട്ടോ. രി രി ഗ ഗ മ രി ഗ മ ഗ ഗ മ മ പ ഗ മ പ മ മ പ പ ദ പ മ മ പ പ ദ മ പ ദ പ പ ദ ദ നി പ ദ നി ദ ദ നി നി സ ദ നി സ. ഒന്നുകൂടെ നോക്കാം. സ സ രി രി ഗ സ രി ഗ രി രി ഗ ഗ മ രി ഗ മ ഗ ഗ മ മ പ ഗ മ പ മ മ പ പ ദ മ പ ദ പ പ ദ ദ നി പ ദ നി ദ ദ നി നി സ ദ നി സ. സ സ നി നി ദ സ നി ദ നി നി ദ ദ പ നി ദ പ ദ ദ പ പ മ ദ പ മ പ പ മ മ ഗ പ മ ഗ മ മ ഗ ഗ രി മ ഗ രി
ഗരി സഗരി ഹരേരപ്രിയയുടെ സ്വരസ്ഥാനം ഷഡ്ജം. ചതുശ്രുതി ഋഷഭം സാധാരണ ഗാന്ധാരം. ശുദ്ധമധ്യമം പഞ്ചമം. ചതുശ്രുതി ദേവതം കൈശികി നിഷാദം ഷഡ്ജം. ഇതാണ് സരി ഗ മ പദ നി സ സ നി ധ പ മ ഗ രി സ. അപ്പം ഈ ശങ്കരാഭരണ രാഗം, മായാമാളവം ഗൗള രാഗം, ഹരഹരപ്രിയ രാഗം, ഈ സംഗതിയിൽ ഈ 3 രാഗത്തിൽ ഈ ഒരു സ്വരം നിങ്ങൾ നന്നായിട്ട് വായിച്ച് ആ സ്വരസ്ഥാനങ്ങളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പം ഒപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫിംഗറിങ്ങും നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മൾ ഇതിപ്പം ഗാന്ധാരം കഴിഞ്ഞ് ഈ സാധാരണഗാന്ധാരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഉള്ള മാറ്റം. അപ്പം വീണ്ടും നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ അടുത്തൊരു കാര്യം വീണ്ടും പഠിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.